Good morning, everyone. Today we are going to learn 8th Standard History, Chapter 11, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് നമുക്ക് ഒരു സാമ്പത്തിക ആസൂത്രണം ആവശ്യമാണ് ഏതൊരു കാര്യത്തിൽ. അതായത് വിവിധ സ്ഥാപനങ്ങൾ, സംഘടനകൾ, ഗവൺമെന്റ് തുടങ്ങിയവയ്ക്കെല്ലാം ആസൂത്രണം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ആണല്ലോ. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്? ഓക്കെ, എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് എന്താണ്? വിഭവങ്ങൾ ഉൾപ്പെടുത്തി, അതായത് നമുക്ക് എന്തൊക്കെ വിഭവങ്ങളാണോ ലഭ്യമാകുന്നത് അത് ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ വളരെ അധികം ത്വരിതപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ആസൂത്രണത്തിന് മികച്ച പങ്കാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സാമ്പത്തിക ആസൂത്രണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഇത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് ലെറ്റ്സ് മൂവ് ഓൺ. ആസൂത്രണത്തിന്റെ നാൾ വഴി. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദാദാഭായ് നവറോജിയുടെയൊക്കെ ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മ വന്ന് കാണും. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു 1933 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അപ്പോൾ കറാച്ചി സമ്മേളനം എന്നാണ് നടന്നത്? 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കറാച്ചി സമ്മേളനം നടന്നത്. അത് ഓർത്തു വെക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു. അപ്പൊ എന്നാണ് ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 1938. ആരുടെ നേതൃത്വത്തിലാണെന്ന് ദേശീയ ആസൂത്രണ സമിതി രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ. അതുപോലെ തന്നെ 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ഇതിനെ ബോംബെ പദ്ധതി എന്ന് പറയുന്നു. അപ്പൊ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് ബോംബെ നഗരത്തിൽ വെച്ച് സമ്മേളിച്ച് ഒരു സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ബോംബെ പദ്ധതി. ഇതും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ MN റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതിയും ഏതാണ്? പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. ആരാവിഷ്കരിച്ചതാണ് പീപ്പിൾസ് പ്ലാൻ? ആരാവിഷ്കരിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ്? MN റോയ്. അത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ വ്യാവസായിക നയം രൂപീകരിച്ചത്, അതായത് 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ആണ് ഏത് രൂപീകരിച്ചത്? നമ്മുടെ വ്യാവസായിക നയം രൂപീകരിച്ചത്. അതും ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വിശ്വേശ്വരയ്യ. ആരാണ്? വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ, അപ്പോ അത് ചിലപ്പോൾ ചോദിക്കാം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ ഏതാണ്? ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ബുക്ക്, അതായത് ഗ്രന്ഥം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹമായിരുന്നു 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി. അപ്പോ ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിശ്വേശ്വരയ്യ. ഇദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് എന്താണ്? ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ. ഇത് ഓർത്തു വെക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ അത്ര പ്രാധാന്യം ഉള്ളതാണോ എന്ന് ചോദിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല, നിങ്ങൾ വായിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ
കുറച്ച് ഫ്ലോ ചാർട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആ ഇയറൊക്കെ നോക്കി വെക്കുക. 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത്. അതുപോലെ 1950 ആസൂത്രണ കമ്മീഷൻ രൂപീകരണം. അതിന്റെ ഇടയ്ക്കുള്ള വർഷങ്ങൾ അതിൽ നോക്കി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവായ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആസൂത്രണത്തിന്റെ പൊതുവായിട്ട് 4 ലക്ഷ്യങ്ങളാണുള്ളത്. 1 വളർച്ച, 2 ആധുനികവൽക്കരണം, 3 സ്വാശ്രയത്വം, 4 തുല്യത. അപ്പോ ഇതൊക്കെയാണ് ആസൂത്രണത്തിന്റെ എന്തെന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങളെ നിശ്ചയിക്കുന്നത് ഈ 4 രീതിയിലാണ്. അതില് ഫസ്റ്റ് വൺ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത്. നമുക്കറിയാം ഇപ്പൊ നമ്മൾ എന്ത് ഒരു സേവനം തുടങ്ങിയാൽ അതിനൊരു ഗ്രോത്ത് ആവശ്യമാണ്. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെ സേവനങ്ങളുടെ ഉൽപാദന വർധനവിനെയാണ് എന്ത് പറയുന്നത്? വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സമ്പദ്ഘടനയെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്ന്. ഓക്കെ, അതായത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി എന്നിങ്ങനെ 3 മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാർഷിക വ്യാവസായിക മേഖലകളിലെ ഉൽപാദന വർധനവ്, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ, ആശുപത്രികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഉൽപാദനം, കയറ്റുമതി മുതലായവയിലുള്ള വർധനവ് തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടും. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് 3 രീതിയിലാണ് മേഖലകളുള്ളത്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വളരെയധികം സഹായമായതുകൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി കൈക്കൊണ്ടിട്ടുള്ളത്. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. അടുത്ത് എന്താണ് മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്ന് നമുക്ക് നോക്കാം. എന്താണ്? പണ്ടാണെങ്കിൽ നമുക്ക് കാളയെ ഉപയോഗിച്ചാണ് നിലം ഉഴുതുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ട്രാക്ടറാണ്. ഓക്കെ, അതായത് യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത് ഉൽപാദന വർധനവിനും അതുപോലെ തന്നെ മനുഷ്യ പ്രയത്നത്തിന്റെ ലഘൂകരണത്തിനുമാണ് നമുക്ക് നന്നായി അറിയാം. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നമുക്കറിയാം അല്ലേ. നൂതന പ്രക്രിയകൾ ഉപയോഗിക്കുന്നതാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ആധുനികവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? ചരക്ക് നീക്കവും യാത്രവും എന്ത് ചെയ്യും? വേഗത്തിലാക്കും, സമയ ലാഭം ഉണ്ടാകും, അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം കൂടും, ജീവിത നിലവാരം മെച്ചപ്പെടും, വാർത്താവിനിമയ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഗവൺമെന്റ് സേവനങ്ങൾ, സുരക്ഷിതത്വം വർദ്ധിക്കും. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ വാർത്താവിനിമയ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല, സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം കൂടിയാണ്. അതായത് സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹിക സുരക്ഷാ തത്വം, പുതിയ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയവയും ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് സ്വാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം സെൽഫ് റിലയൻസ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് സ്വാശ്രയത്വം. ആരെയും ആശ്രയിക്കാതെ ചെയ്യുന്നതാണ്. അത് അതിൽ തന്നെയുണ്ട്. അതായത് നമ്മൾ ഏതൊരു കാര്യം, അതായത് സാമ്പത്തിക ലാഭവും മനുഷ്യ വിഭവശേഷിയുടെ പ്രയോജനപ്പെടുത്തലും ഇതിലൂടെ സാധ്യമാകുന്നു. ഇതിലൂടെ സ്വാശ്രയത്വത്തിലൂടെ. അതായത് ഉൽപ്പാദനത്തിന്റെ അവസ്ഥ നമുക്ക് വളരെയധികം അറിയാം. ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, നമുക്ക് വേണ്ട പഴങ്ങളോ പച്ചക്കറികളോ ധാന്യങ്ങളോ എല്ലാം നമ്മൾ സ്വന്തമായി കൃഷി ചെയ്തെടുക്കുന്നതാണ് നല്ലത്. മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ സ്വാശ്രയത്വം പാലിക്കുക എന്നാണ് ഇതിൽ കൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജോൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാവുകയും ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എന്തെന്നാണ് നമ്മൾ പഠിച്ചത്? സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് തുല്യത അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് തുല്യത എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ അവകാശം എന്നാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഈക്വൽ ആയിരിക്കണം എന്നാണ്. അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, സാക്ഷരത, എല്ലാ പൗരന്മാർക്കും, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ എന്ത് ചെയ്യണം? ഈക്വൽ ആയിരിക്കണം. അതായത് വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും പൂർണ്ണമായി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ഇക്വാലിറ്റി ആവശ്യമാണ്. അതായത് എന്തിനാണ് ഇക്വാലിറ്റി ആവശ്യം? വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും പൂർണ്ണമായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമുക്ക് തുല്യത ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? 1 തുല്യത, 2 സ്വാശ്രയത്വം, 3 ഏതാണ്?
ആധുനികവൽക്കരണം, 4 വളർച്ച, ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ ദാദാഭായ് നവറോജിയുടെ നോക്കണം, നെഹ്റുവിന്റെ നോക്കണം. ഏറ്റവും പ്രധാന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിശ്വേശ്വരയ്യ. അത് ഓർത്ത് വെക്കുക. അതാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും see you tomorrow. See you again. Okay. Thank you. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.